പലതും കേസായി മാറുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ വിവാദങ്ങൾ പോലും പലതും വിവാദ പരാമർശങ്ങളാണ്. എനിക്ക് കേസാണെന്ന് എനിക്ക് ഇഷ്ടമാണ്. വല്ലപ്പോഴും കോടതിയൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അത് നല്ലതാണ്. രാജ്യം വിട്ടു പോകുന്ന കാര്യങ്ങൾ പാകിസ്ഥാന്റെ വിജയം വരുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ വിളിക്കുന്നു, അങ്ങനെയുള്ളവർക്കൂടെ അത് തെറ്റല്ലേ? ആ മര്യാദയല്ലേ കാണിക്കുന്നത്? പൂക്കരുതല്ലോ അവന്മാർ കാണിക്കുന്നത്. സമൂഹത്തെ മുഴുവൻ പറഞ്ഞാൽ ഒന്നാം തരം മുസ്ലിങ്ങൾ ഇതിൽ എവിടെ ഇരിപ്പുണ്ടോ? ഷേയിൽ ഇരിപ്പുണ്ടല്ലോ. ഷാബിക്ക് എന്നാ കുഴപ്പം? അങ്ങനെ ഇരുത്തിക്കോട്ടല്ലേ ഞാൻ പറഞ്ഞത്. മുസ്ലിം ചിന്തിക്കണം. മുസ്ലിം സമൂഹം ഇതുപോലെ പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പം കരയുകയും ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇന്ത്യക്കകത്ത് കിടന്ന് ഇന്ത്യയുടെ കഞ്ഞി കുടിച്ചുകൊണ്ട് വരുന്നത് തെറ്റാണെന്ന് മുസ്ലിം നേതാക്കന്മാർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കുഴപ്പം എത്രയിടത്ത് 100 ഞങ്ങൾ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയും പറയുന്നു. ഞാൻ പേട്ടയല്ലേ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ എണ്ണം പറഞ്ഞു, ഇനിയും പറയണം. ഇതാരെങ്കിലും പറയണ്ടേ മക്കളെ? പറഞ്ഞതിൽ കുഴപ്പമാണ്. ഇപ്പം 10-16 കേസുണ്ടല്ലോ, എനിക്ക് ഭയമുണ്ടോ? ചുമ്മാ എടുക്കട്ടാവ് കേസ്. അവരുടെ തമാശല്ലേ? അത്രക്കായല്ലേ? ഇതുപോലെ എത്രയോ കേസ് വരുന്നു. ഇതൊന്നും ഞാൻ പേടിക്കില്ല. ആ പേടിക്കുന്നവരെ പേടിപ്പിക്കട്ടെ, നമ്മളെ എന്തിനു ഉദ്ദേശിക്കുന്നത്? പഴയ അടഞ്ഞ അധ്യായങ്ങളാണ് പലതും ഇപ്പോൾ പറഞ്ഞത്. അതായത് ഭാരതം എന്നുള്ള പേര് വീണ്ടും കൊണ്ടുവരണം, ബ്രിട്ടീഷുകാരിട്ട പേര് വേണ്ട, ഇന്ത്യയിൽ താല്പര്യമില്ലാത്തൊരു ഈ രാജ്യത്ത് നിൽക്കുന്നതിൻ്റെ അതുകൊണ്ടും അതെല്ലാം വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന രീതിയിൽ. വിവാദമല്ലോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പൊക്കോ. ഈ രാജ്യത്തെ സ്നേഹിക്കാൻ എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് താമസിപ്പിച്ചിരിക്കുക. അവിടെ കിടന്ന് എനിക്കിട്ട് പറയണപ്പോൾ നീ ഇറങ്ങി പോയച്ചാൽ മതി. അതല്ല തന്നെ. രാജ്യത്തോട് സ്നേഹമില്ലാത്തവൻ രാജ്യത്ത് നിന്ന് ഇങ്ങനെ പൊക്കോണം. ബി ജെ പി പറയുന്നൊന്നുമല്ല, ഞാൻ പറയുന്ന രാജ്യസ്നേഹം. നിനക്ക് പ്രാന്താളി വേടാ പന്നി. ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക്